നമസ്കാരം. +1 അക്കൗണ്ടൻസിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആണ് നമ്മൾ ഇക്വേഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇനി ഇവിടെ നമുക്ക് നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് ആദ്യം നോക്കുക. ഫോർമാറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് ഡാഷ്. അതായത് ഏത് അക്കൗണ്ടിങ് ഇയറിലെ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കണമെങ്കിൽ ആ ഇയറിലെ ക്ലോസിംഗ് ഡേറ്റ് ആണ് നമ്മളവിടെ എഴുതേണ്ടത് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് ആ ക്ലോസിംഗ് ഡേറ്റ് എഴുതണം നമ്മൾ. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. അക്കൗണ്ടാണ്, അപ്പോൾ എല്ലാ അക്കൗണ്ടുകൾക്കും രണ്ട് സൈഡാണ് നമുക്കറിയാം അല്ലേ. എല്ലാ അക്കൗണ്ടുകൾക്കും രണ്ട് സൈഡാണ് ഉള്ളത്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് ഇതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട് രണ്ട് സൈഡാണ് പറഞ്ഞു. ഇത് ഡെബിറ്റ് സൈഡ് DR എന്ന് എഴുതുന്നു, ഇത് ക്രെഡിറ്റ് സൈഡ് CR എന്ന് പറഞ്ഞ് എഴുതുന്നു. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് കോളം നമുക്ക് വേണ്ടത് പർട്ടിക്കുലേഴ്സ്. വേറെ കോളംസ് ഒന്നും ആവശ്യമില്ല, ഡേറ്റ് കോളംസ് ഒന്നും ആവശ്യമില്ല, പർട്ടിക്കുലേഴ്സ് കേട്ടോ. അടുത്തത് നമുക്ക് എമൗണ്ട് കോളം, നെക്സ്റ്റ് നമുക്ക് എമൗണ്ട് കോളം. ഇതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ എമൗണ്ട് കോളം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. രണ്ട് സൈഡാണ് ട്രേഡിംഗ് അക്കൗണ്ടിനുള്ളത്. ഡെബിറ്റ് സൈഡ് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. അത് തന്നെ ക്രെഡിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് കോളം, അതുപോലെ തന്നെ എമൗണ്ട് കോളം. ഇനി നമുക്കിതിലെ ഐറ്റംസുകൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ട്രേഡിംഗ് റിസൾട്ട് ആണ് അല്ലേ. ട്രേഡിംഗ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാൻ അതിനോടനുബന്ധിച്ച ചില ഐറ്റംസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റംസുകളാണ് നമ്മൾ എവിടേക്ക് വരിക, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്സുകൾ ഐറ്റംസുകൾ ഞാൻ ആദ്യം പറയുകയാണ് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്സുകൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഫസ്റ്റ് നമ്മൾ എഴുതുക ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പൺ സ്റ്റോക്ക് നമുക്കറിയാം, ഒരു പീരീഡിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കയ്യിലെ സ്റ്റോക്കിനാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്തത്. മനസ്സിലായി പറഞ്ഞേ. ഇനി അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം ഡെബിറ്റ്സിൽ വരാം പർച്ചേസസ് ആണ്. പർച്ചേസസിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുക. എന്നിട്ട് പർച്ചേസസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം കേട്ടോ. ലെസ് പർച്ചേസസ് റിട്ടേൺ കേട്ടോ. പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യണം കേട്ടോ. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തതാണ് കേട്ടോ. ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തതാണ്. മനസ്സിലായി പറയുന്നത് അല്ലേ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴോ നമുക്ക് വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഡയറക്റ്റ് എക്സ്പെൻസസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് കേട്ടോ. പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടറിയിൽ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക്.
അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ ഐറ്റംസ് ഞാനിവിടെ പറയാം അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നതൊക്കെയാണ് ക്യാരേജ് ഇൻവേർഡ്, അതുപോലെ തന്നെ കാർട്ടേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ് ഓർ ഫ്രൈറ്റ് ഇൻവേർഡ്, കാരേജ് ഇൻവേർഡ്, കാർട്ടേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്. അതുപോലെ തന്നെ വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഫ്യൂവൽ ആൻഡ് പവർ, കോൾ ആൻഡ് കോക്ക്, ഫാക്ടറി ഇൻഷുറൻസ്, അതുപോലെ ഫാക്ടറി റെന്റ് എക്സെട്ര. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസിന് കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി, അതായത് ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. കാർട്ടേജ് ഇൻവേർഡ് പഴയ യൂസേജ് ആണ്. കാർട്ടേജ് നമ്മൾ പണ്ട് കാലത്ത് കാളവണ്ടി, കുതിരവണ്ടിയിലൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കൊടുത്ത ചാർജിന് നമ്മൾ വിളിക്കുക കാർട്ടേജ് എന്നാണ് പറയുക, കാർട്ടേജ് ഇൻവേർഡ്. ഇന്ന് നമ്മളത് മോട്ടോർ വാഹനങ്ങളിലാണ് കൊണ്ടുവരുന്നത് അല്ലേ. ലോറി, ജീപ്പ്, ടെമ്പോ തുടങ്ങിയിട്ടുള്ള മോട്ടോർ വാഹനങ്ങളിലൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അത്രയും മോട്ടോർ വാഹനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ചാർജിന് നമ്മൾ കാരേജ് എന്നും അല്ലേ. പണ്ട് കാലത്ത് കാളവണ്ടി, കുതിരവണ്ടിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നപ്പോൾ അതിന് കൊടുത്ത ചാർജിന് നമ്മൾ കാർട്ടേജ് എന്ന് പറയുന്നു. പിന്നെ ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കപ്പൽ മാർഗം അല്ലെങ്കിലോ ഫ്ലൈറ്റ് മാർഗമാണ് നമ്മൾ ഗുഡ്സ് കൊണ്ടുവരിക. അപ്പോൾ ആ ഷിപ്പിന് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത് കേട്ടോ, ഫ്രൈറ്റ് ഇൻവേർഡ്. ഇതുപോലെ തന്നെ റെയിൽവേ ചാർജസ് ഉണ്ട് കേട്ടോ. റെയിൽവേ ചാർജസ് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെയാണ്, ഗുഡ്സ് ട്രെയിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, സാധനങ്ങൾ കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ ആ ഗുഡ്സ് ട്രെയിന് ആ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെയിൽവേ ചാർജസ് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ജോലിക്കാർക്ക് കൊടുക്കുന്ന കൂലിയാണ്. മനസ്സിലായ? ഇപ്പോൾ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ജോലിക്കാർ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ദിവസവേതനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേജസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി ബേസിസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ വേജസ് എന്നാണ് പറയുക കേട്ടോ, കൂലി. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്, മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ്, ചെലവുകളാണ് കേട്ടോ. റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ കേസിൽ അല്ലേ, ഇപ്പോൾ പല പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലേ, വേറെ ഏതെങ്കിലും കമ്പനികളുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നതിന് അല്ലേ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മാരുതി കാറിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങിയത് അല്ലേ, മാരുതി കാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാരുതി സുസുക്കി എന്നാണ് നമ്മൾ അതിൻ്റെ കമ്പനി ബ്രാൻഡ് നെയിം പറയാറ്, മാരുതി സുസുക്കി എന്ന് പറയുന്നത് ആക്ച്വലി ജപ്പാൻ കമ്പനിയാണ്. അപ്പോൾ ജപ്പാൻ കമ്പനിയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ മാരുതി കാർ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങിയത്. മനസ്സിലാവുന്നത്? അപ്പോൾ നമ്മൾ വേറെ രാജ്യത്തിൻ്റെയോ വേറെ കമ്പനിയുടെയോ ടെക്നോളജി, സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ടെക്നോളജി അല്ല, വേറെ ഏതെങ്കിലും കമ്പനിയുടെ ടെക്നോളജി ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ടെക്നോളജി ആയിരിക്കും. അത് ഉപയോഗിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ചാർജിനെയാണ് നമ്മൾ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഫ്യൂവൽ ആൻഡ് പവർ അറിയാലോ, ഇന്ധനമാണ്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം, പവർ. മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഇന്ധനം വേണം അല്ലെങ്കിൽ പവർ വേണം, ഇലക്ട്രിസിറ്റി വേണം അല്ലേ. അതാണ് ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറയുന്നത് കേട്ടോ.
പിന്നെ കോൾ ആൻഡ് കോക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന കൽക്കരികൾ അല്ലേ, കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനൊക്കെ ഓടിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കൽക്കരി കൊണ്ട് ട്രെയിൻ അല്ലേ, അത്രയും ട്രെയിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കോൾ ആൻഡ് കോക്കാണ് കേട്ടോ. പിന്നെ അത് പറഞ്ഞ ഫാക്ടറി ഇൻഷുറൻസ് അല്ലേ, ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ഫാക്ടറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. എന്തിനാ ഇൻഷുർ ചെയ്യുന്നത്? എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അല്ലേ, നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിയുടെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസിന് വന്ന ചിലവ് എന്താ, ചിലവ് മാസം തോറും നമ്മൾ പ്രീമിയം അടയ്ക്കണം അല്ലേ. അപ്പോൾ ആ ചിലവ്. ഫാക്ടറി റെന്റ്, ഫാക്ടറിയുടെ വാടകയാണ് കേട്ടോ, ഫാക്ടറിയുടെ വാടക. അങ്ങനെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എന്ത് എക്സ്പെൻസ് വന്നാലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസുകൾക്ക് ഇനിയും ഒരുപാട് എക്സാമ്പിളുകളുണ്ട് കേട്ടോ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം, നമുക്ക് ക്ലാസ്സുകളിൽ ത്രോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കാരേജ് ഇൻവേഡ്, കാർട്ടേജ് ഇൻവേഡ്, ഫ്രൈറ്റ് ഇൻവേഡ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഫ്യൂവൽ ആൻഡ് പവർ, കോൾ ആൻഡ് കോക്ക്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി റെന്റ്, ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. മനസ്സിലായി പറയുന്നത്? ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് പഠിക്കാം. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. സെയിൽസിൻ്റെ എമൗണ്ടും ഇന്നർ കോളത്തിൽ ഏതാണ് കേട്ടോ. സെയിൽസിൽ നിന്ന് നമ്മൾ ലെസ് സെയിൽസ് റിട്ടേൺ ഏത് മൈനസ് ചെയ്യണം, നമ്മൾ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യാം കേട്ടോ. സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ഔട്ടർ കോളത്തിലേക്ക് എടുത്തേത്. കുറച്ച് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തേത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, ഒരു പീരീഡിൻ്റെ അവസാനം നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തത്. ഈ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിലുള്ളൂ കേട്ടോ. സെയിൽസും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. മനസ്സിലായി പറയുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇത് ബാലൻസ് ചെയ്യണം അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ സപ്പോസ് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡല്ലേ കൂട്ടുക അല്ലേ. നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് കൂട്ടി, അപ്പോൾ എത്രയാണെങ്കിൽ എമൗണ്ട് കൂട്ടി അടിയിൽ വരച്ചു. നേരെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തേത്, നേരെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തേത്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ നിന്ന് ഇവിടുത്തെ എമൗണ്ടുകളല്ലാതെ മൈനസ് ചെയ്യും അല്ലേ. ഇതിൽ നിന്ന് ഇവിടുത്തെ എമൗണ്ടുകളല്ലാതെ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും ഇല്ലേ. ആ എമൗണ്ട് അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതവിടെ, അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതവിടെ. മനസ്സിലായി? ഇതിനെ നമ്മൾ വിളിക്കുക ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എടാ, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. മനസ്സിലായ? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആദ്യം കൂട്ടി അല്ലേ. ആ കൂട്ടി നേരെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതി, എന്നിട്ട് ഇതിൽ നിന്ന് ഇവിടുത്തെ ഐറ്റംസിൻ്റെ എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടി, അത് അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതി അല്ലേ. അതിന് നേരെ നിങ്ങൾ എഴുതണം ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. മനസ്സിലായോ? ഇനി ചിലപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, പറയാൻ പറ്റില്ല അല്ലേ. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് കൂട്ടണം. ആ കൂട്ടിയത് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതണം അല്ലേ. ഇതിൽ നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കും അല്ലേ. കുറയ്ക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടില്ലേ, ആ എമൗണ്ട് അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതുക കേട്ടോ. അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതുക. ഈ എമൗണ്ട് ആണ് ഗ്രോസ് ലോസ് വരുന്നത്. ഗ്രോസ് ലോസ് മനസ്സിലായി പറയുന്നത് അല്ലേ. ഗ്രോസ് ലോസ് വരും. അപ്പോൾ ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ലോസ് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് കൂടിയപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം ഉള്ളത് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇൻകം അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇൻകംസ് കൂടി അല്ലേ. ഇവിടെ നമ്മൾ എഴുതുന്ന എക്സ്പെൻസിന് പർച്ചേസ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ പോകണു, ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ സൈഡിൽ എന്താ, എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുമ്പോൾ, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻകംസ് കൂടി എന്നർത്ഥം. ഇൻകം കൂടുമ്പോഴല്ലേ നമുക്ക് എന്തുണ്ടാവുക, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഡെബിറ്റ് സൈഡ് കൂടി ഇപ്പോൾ നമുക്ക് എന്ത് വന്നു, ഗ്രോസ് ലോസ് വന്നു. ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതണേ, എക്സ്പെൻസുകളാണ് എഴുതുന്നത് അല്ലേ. ഡെബിറ്റ് സൈഡ് നമ്മൾ എക്സ്പെൻസസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടി അതിൻ്റെ അർത്ഥം എന്നിട്ടാ എക്സ്പെൻസസ് കൂടി എന്നർത്ഥം അല്ലേ. സെയിൽസിനേക്കാൾ എക്സ്പെൻസസ് കൂടി. അപ്പോൾ എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുക, ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞു എഴുതും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കണം അല്ലേ. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതുപോലെ തന്നെ പഠിക്കുക. അടുത്ത പർച്ചേസസ് ആണ്, പർച്ചേസ് ഐറ്റം കുറയ്ക്കണം.
കുറച്ച് കിട്ടിയ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തത്. പിന്നെ നമ്മൾ എഴുതുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കേട്ടോ. ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതുമായി ബന്ധപ്പെട്ടതുണ്ട്? പർച്ചേസുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രം ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? കാരേജ് ഇൻവേഡ്, കാർട്ടേജ് ഇൻവേഡ്, ഫ്രൈറ്റ് ഇൻവേഡ് കേട്ടോ, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, പിന്നെ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഫ്യൂവൽ ആൻഡ് പവർ കേട്ടോ, കോൾ ആൻഡ് കോക്ക് കേട്ടോ, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി റെന്റ് അല്ലേ. ഇത്രയും എക്സ്പെൻസസ് നമ്മൾ പറയുന്നു. ഇനി ക്രെഡിറ്റ്സ് ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് സെയിൽസ് ആണ്. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക, എന്നിട്ട് ലെസ് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ ലെസ് ചെയ്യുക, കുറച്ച് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക കേട്ടോ. അടുത്തായിട്ട് എന്താ? ക്ലോസിങ് സ്റ്റോക്ക് ആണ് അല്ലേ. ക്ലോസ് സ്റ്റോക്ക് എടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ആദ്യം ക്രെഡിറ്റ് സൈഡ് കൂട്ടുക. ആ കൂട്ടിയത് നേരെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ എമൗണ്ടുകൾ എല്ലാതും മൈനസ് ചെയ്യും. മൈനസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതി. അതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് വരാം കേട്ടോ. ഇവിടെ ബാലൻസ് വരാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി ചിലപ്പോൾ ഏത് സൈഡായിരിക്കും കൂടുതൽ? ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം ഏത് കൂട്ടണം? ഡെബിറ്റ് സൈഡ് കൂട്ടണം. ആ കൂട്ടിയത് എവിടേക്ക് എടുത്ത് എഴുതി? നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി. ഇതിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ചു. അപ്പോൾ കുറച്ച് കിട്ടിയ എമൗണ്ട് അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതി. ഇവിടെ ബാലൻസ് വരാണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഈ ഐറ്റംസുകളും കൃത്യമായിട്ട് പഠിക്കുക. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നോക്കുക, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31/3/2020. ഇപ്പോൾ 2020 മാർച്ച് 31 ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മോഡ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000 ഉണ്ട്, സെയിൽസ് 92,000 തന്നിട്ടുണ്ട്, പർച്ചേസസ് റിട്ടേൺസ് 3,000 തന്നിട്ടുണ്ട്, കാരേജ് ഇൻവേഡ് 2,500 തന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 1,600 തന്നിട്ടുണ്ട്, പർച്ചേസസ് 36,000 തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസ് 2,000 തന്നിട്ടുണ്ട്, വേജസ് 4,000 തന്നിട്ടുണ്ട്, പവർ ആൻഡ് ഫ്യൂവൽ 1,400 തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ആദ്യം വരയ്ക്കണം. ഹെഡിങ് വേണം നമുക്ക് ആദ്യം നിർബന്ധമായിട്ടും. ഹെഡിങ് കൊടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് ഏത് 31/3/2020 ആണ്. അപ്പോൾ ആ ഡേറ്റ് കൊടുക്കുക. താഴെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക അല്ലേ. രണ്ട് സൈഡ് 2 കോളംസ് മതി. ഇവിടെ പർട്ടിക്കുലർസ് കോളം, ഇത് എമൗണ്ട് കോളം, ഇത് പർട്ടിക്കുലർസ് കോളം, ഇത് എമൗണ്ട് കോളം. മുകളിൽ ഇവിടെ DR ഡെറ്റർ എന്ന് എഴുതാ, ഇവിടെ CR എന്ന് കാണിക്കുക കേട്ടാ. എമൗണ്ട് കോളത്തിന്റെ ബ്രാക്കറ്റിൽ റുപ്പീസ് എന്നുള്ള സൈൻ കൊടുക്കുക നമുക്ക് കേട്ടോ. എമൗണ്ട് കോളമാണ്, റുപ്പീസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കുക. ഇനി നിങ്ങൾ അക്കൗണ്ട് വരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? തന്നിരിക്കുന്ന ഓരോ ഐറ്റംസ് വായിച്ചു നോക്കുക. നിങ്ങൾ ഓരോ ഐറ്റംസ് വായിച്ചു നോക്കുക. അത് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക, ക്രെഡിറ്റിലാണ് വരാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് പഠിച്ചു, അതിൽ വരുന്ന ഐറ്റംസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ വരാമെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഓരോ ഐറ്റംസ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അത് ഡെബിറ്റ് സൈഡിലാണ് വരണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക, ക്രെഡിറ്റ് സൈഡിലാണ് വരണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. അപ്പോൾ നോക്കി, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതണ്ടേ? ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 14,000 ആണ്. അപ്പോൾ എമൗണ്ട് കോളത്തിൽ 14,000 എഴുതാം കേട്ടോ. 14,000. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് നമ്മൾ എഴുതാം എവിടെയാ? ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് എഴുതുക അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസ് എഴുതണം. സെയിൽസ് എഴുതുമ്പോൾ നമ്മൾ നോക്കണം സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കണം. നോക്കി നിങ്ങൾ സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കിക്കണ്ട. സെയിൽസ് റിട്ടേൺ ഉണ്ട്, 2,000 സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതാം നിങ്ങൾ കേട്ടാ. ഇന്നർ കോളത്തിൽ സെയിൽസ് റിട്ടേൺ എത്രയാ? 92,000 ആണ് സെയിൽസ് അല്ലേ. അപ്പോൾ ഇന്നർ കോളത്തിൽ 92,000 ഇന്നർ കോളത്തിൽ എഴുതാം. മനസ്സിലായി പറയുന്നത്? ഇതിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പോൾ ലെസ് സെയിൽസ് റിട്ടേൺ കേട്ടാ, ലെസ് സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺസ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 2,000 അല്ലേ കേട്ടോ. അപ്പോൾ 2,000 ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 92,000 നിന്ന് 2,000 മൈനസ് ചെയ്യുമ്പോൾ 90,000 ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് ചെയ്താൽ കേട്ടോ. 90,000 ഓക്കെ അല്ലേ. ഇനി അടുത്ത് പർച്ചേസസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ നമുക്ക് എഴുതേണ്ടത് പർച്ചേസസിൻ്റെ ഒപ്പമാണ്
കേട്ടാ. അപ്പോൾ നോക്കി നിങ്ങൾ ഇവിടെ പർച്ചേസ് തന്നിട്ടുണ്ട് കേട്ടാ, 36,000 പർച്ചേസസ് തന്നിട്ടുണ്ട്. ഈ പർച്ചേസ് നമ്മൾ എവിടേക്ക് എടുത്ത് എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം. പർച്ചേസിന് എമൗണ്ട് എത്രയാ? പർച്ചേസ് നമുക്ക് തന്നിരിക്കുന്നത് 36,000 ആണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അപ്പോൾ അത് കുറയ്ക്കണം നമുക്ക് അല്ലേ. അതുകൊണ്ട് എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതാം കേട്ടോ. 36,000 ഇന്നർ കോളത്തിൽ എഴുതാം. ഇതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെസ് പർച്ചേസസ് റിട്ടേൺ കേട്ടോ. പർച്ചേസസ് റിട്ടേൺസ് ലെസ് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 3000 ആണ് അല്ലേ. അപ്പോൾ 3000 മൈനസ് ചെയ്യുക. 36,000 നിന്ന് 3000 കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 33,000 ആണ് വരിക. 33,000. ഇനി അടുത്തായിട്ട് നോക്കിയാൽ കാരേജ് ഇൻവേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എടുത്തെത്തണം കാരേജ് ഇൻവേർഡ്. കാരേജ് ഇൻവേർഡ്. കാരേജ് ഇൻവേർഡ് എത്രയാ? 2,500 അല്ലേ. 2,500 2,500. ഇനി അടുത്തത് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചർ എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ അല്ലേ. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം കേട്ടോ. മാനുഫാക്ചറിങ് എക്സ്പെൻസ്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എത്ര? മാനുഫാക്ചറിങ് എക്സ്പെൻസ് 1,600. അപ്പോൾ 1,600 എടുത്ത് എഴുതി കേട്ടോ. 1,600. അടുത്തത് നോക്കിയാൽ പർച്ചേസസ് നമ്മൾ നേരത്തെ എഴുതിയല്ലോ. സെയിൽസ് ഇട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അടുത്ത വേജസ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ അല്ലേ. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം. വേജസ്. വേജസ് എത്ര? വേജസ് 4,000 ആണ്. 4,000 എടുത്ത് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് എന്താ? പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം. പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ എത്ര? പവർ ആൻഡ് ഫ്യൂവൽ 1,400 ആണ്. ഇനി അടുത്തായിട്ട് നോക്കിയാൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ പഠിച്ചത് നമ്മൾ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് മനസ്സിലായി പറയുന്നത്? എത്രയാ ക്ലോസിംഗ് സ്റ്റോക്ക്? 15,000 ആണ്. 15,000 എടുത്തത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഐറ്റംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിന് എഴുതേണ്ടത്. ഒരിക്കലും പർച്ചേസ് ആദ്യം എഴുതി വെക്കരുത് കേട്ടോ. ഐറ്റംസ് നോക്കി എഴുതുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കാണ് ആദ്യം വരേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അടിയിൽ പർച്ചേസ് വരണം, പിന്നെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് വരേണ്ടത്. മനസ്സിലായി പറയുന്നത്? അത് ആ ഓർഡർ തെറ്റിക്കരുത്. അതുപോലെ ക്രെഡിറ്റ്സുകളിൽ ആദ്യം സെയിൽസ് ആണ് വരേണ്ടത്, പിന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് കേട്ടോ. ആ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം, അത് തെറ്റിക്കാൻ പാടില്ല. മനസ്സിലായി പറയുന്നത്? യെസ്. അപ്പോൾ ഇങ്ങനെ ഐറ്റംസുകൾ എടുത്ത് എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതലെങ്കിൽ ആ സൈഡ് കൂട്ടല്ലേ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏകദേശം നോക്കുമ്പോൾ ഡെബിറ്റ് കൂട്ടി അവിടെ ക്രെഡിറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. അപ്പോൾ നമ്മൾ ഏത് കൂട്ടുന്നു? ക്രെഡിറ്റ് സൈഡ് നമ്മൾ കൂട്ടുന്നു അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ട ഈ എമൗണ്ട് ഡെബിറ്റിലെ എമൗണ്ട് ഇവിടെ അവസാനിച്ച് ക്രെഡിറ്റിലെ എമൗണ്ട് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെപ്പോഴും നേരെ വരണം, ടോട്ടൽ എപ്പോഴും നേരെ വരണം. അപ്പോൾ ഇത് എവിടെ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ കുറച്ച് നീക്കിയിട്ട് എഴുതുക കേട്ടോ. കുറച്ച് നീക്കിയിട്ട് വരയ്ക്കുക. 90,000 പ്ലസ് 15,000 എത്രയാ? 1,05,000 ആണ് കേട്ടോ. 1,05,000 കിട്ടിക്കഴിഞ്ഞാൽ അടിയിൽ വരച്ചിട്ടു. അത് നേരെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതാം കേട്ടോ. അവിടെ നേരെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതാം. 1,05,000 നേരെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതാം. അതിൻ്റെ അടിയിലും വരച്ചിടാം. ഇതുപോലെ തന്നെ ടോട്ടൽ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 1,05,000 നിന്ന് ഇവിടുത്തെ എമൗണ്ടുകളെല്ലാതും മൈനസ് ചെയ്യാം കേട്ടോ. 1,05,000 ഇവിടുത്തെ എമൗണ്ടുകൾ അല്ലാതെ നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത എമൗണ്ട് ആയിട്ട് എഴുതണം ഇവിടെ കേട്ടോ. നമുക്ക് കിട്ടുന്നത് 48,500 ആണ്. അപ്പോൾ 48,500 ഇവിടെ എഴുതണം കേട്ടോ. 48,500 ആണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ 1,05,000 ഇവിടുത്തെ എമൗണ്ടുകൾ എല്ലാതും മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 48,500 കിട്ടി. ആ 48,500 ഇവിടേക്ക് എടുത്ത് തരണം. ഇവിടെ ബാലൻസ് വരാണെങ്കിൽ അതിന് നമ്മൾ എന്താ പഠിച്ചത്? ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് എഴുതണം? നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു എഴുതണം കേട്ടോ. അപ്പോൾ 48,500 നമുക്ക് എന്ത് കിട്ടിയത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 48,500 നേരെ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് എഴുതണം. മനസ്സിലായ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്യുക. ഫോർമാറ്റ് വരച്ചിടുക. തന്നിരിക്കുന്ന ഐറ്റംസ് വായിച്ചു നോക്കുക. ഓരോ ഐറ്റംസും ഡെബിറ്റിലാണെങ്കിൽ എമൗണ്ട് ഡെബിറ്റിൽ ചെയ്ത്, ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിൽ ചെയ്ത് റെക്കോർഡ് ചെയ്യണം
കേട്ടാ. പക്ഷേ ഈ ഓർഡർ കീപ്പ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം തന്നെ വരണം, അതിൻ്റെ താഴെ പർച്ചേസ് വരാൻ പാടുള്ളൂ, അതിൻ്റെ താഴെ ഡയറക്റ്റ് എക്സ്പെൻസ് വരാൻ പാടുള്ളൂ. അതുപോലെ ഇവിടെ സെയിൽസ് വേണം ആദ്യം വരേണ്ടത്, സെയിൽസിൻ്റെ താഴെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ആ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസുകൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കണം. മനസ്സിലായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.